നല്ല മഴയൊക്കെയായി എല്ലാവരും തണുത്ത് വിറച്ചിരിക്കുകയല്ലേ. അപ്പോൾ ഈ ഒരു സമയത്ത് നല്ല അടിപൊളി ഒരു ചൂട് ചായ കിട്ടി എങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടില്ല നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കാരമൽ ടീ ആണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ, ഉണ്ടാക്കാനും സിമ്പിളാണ്. അതിനൊരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് ഉരുക്കിയെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഉരുക്കിയെടുക്കുക. നല്ലപോലെ ഈ ഒരു കളർ ആവുന്നത് വരെ ഉരുക്കിയെടുക്കണം. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. പിന്നെ ഉരുക്കുന്ന സമയത്ത് ഒരുപാട് കറുത്ത കളറായി പോരുത്, കയ്പ്പ് വരും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ ഇതിലേക്ക് 2 ഏലക്ക ചേർത്തിട്ടുണ്ട്. പിന്നെ 1.5 ടീസ്പൂൺ ചായപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ചായപ്പൊടി നിങ്ങൾക്ക് എത്രത്തോളം കടുപ്പം വേണം അതിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഇത് ഏകദേശം 2 കപ്പിനുള്ള അളവാണ് കേട്ടോ. ഇനി നന്നായിട്ട് ഇത് തിളപ്പിച്ചെടുക്കുക. കൂടുതൽ കടുപ്പം വേണമെങ്കിൽ കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കുക. നേരെ ഡബിളാണ് പാല് വേണ്ടത് കേട്ടോ. വെള്ളം എത്രയാണ് എടുത്താൽ അതിൻ്റെ നേരെ ഡബിൾ എടുക്കുക. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിനൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇത് ഒരുപാട് പേര് കുടിച്ചിട്ടുണ്ടാവും കേട്ടോ. കഴിഞ്ഞ വർഷമൊക്കെ ട്രെൻഡിങ് ആയിട്ട് യൂട്യൂബിലേക്ക് ഓടിക്കൊണ്ടിരുന്ന ഒരു റെസിപ്പിയാണ്. അന്നേരം മുതലേ ഞാനും ഉണ്ടാക്കി കൊടുക്കലുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് സംഭവമൊക്കെ തിളച്ചിട്ടുണ്ട്. ഇനി ഒരുപാട് നേരം തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് ചായ അടിച്ചെടുത്താൽ തന്നെ സംഭവം സെറ്റാണ്. ഇത് നിങ്ങൾ ക്വാണ്ടിറ്റി കൂട്ടുന്നതിനനുസരിച്ച് പൊടിയും അതുപോലെ തന്നെ ഏലക്കയുടെ എണ്ണമൊക്കെ കൂട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ ഇനി നമുക്ക് അരിച്ചിട്ടെടുക്കാം. ഞാൻ അങ്ങനെ അധികം അരിക്കാറൊന്നുമില്ല ചായ കുടിക്കുന്ന സമയത്ത്. അപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്താൽ സംഭവം നല്ല ജീവൻ ഉണ്ടാവും ചായക്ക്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലത്തെ കിടിലൻ റെസിപ്പീസ് കിട്ടാനായിട്ട് ധ്യാൻസ് കറോ ഫോളോ ചെയ്യാൻ മറക്കണ്ട. ബൈ.